നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ക്രിസ്റ്റീന സൈക്കോവ ഫ്രം ചെക്ക് റിപ്പബ്ലിക് ക്രൗൺ മിസ് വേൾഡ്. അപ്പോൾ 71st മിസ് വേൾഡ് പെഗ്നന്റ് ഇവിടെ നടന്നിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ മുംബൈയിൽ വെച്ചിട്ട് നടന്നത്. 112 കൺട്രീസ് ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഇയർ വിന്നർ മിസ് വേൾഡ് 2022 കരോളിന ബെലാസ്ക പോളണ്ടിന്റെ ഒരു മിസ് വേൾഡ് ആയിരുന്നു. പോളണ്ടിൽ നിന്നുള്ള ഒരാളായിരുന്നു. അവരാണ് ഇപ്രാവശ്യത്തെ 71st മിസ് വേൾഡ് ക്രിസ്റ്റീനയെ ക്രൗൺ അണിയിപ്പിച്ചത്. അപ്പൊ ഈ ഇവന്റ് കരൺ ജോഹറും മേഘം യങ്ങും കൂടെ ചേർന്നിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. ഇപ്പോ ഇന്ത്യയില് 28 വർഷങ്ങൾക്ക് ശേഷമാണ് മിസ് വേൾഡിന്റെ ഈ ഒരു ഇവിടെ ഈ ഒരു ഇവന്റ് നമ്മൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സിമി ഷെട്ടി. അപ്പോൾ ഇന്ത്യ ഹാസ് പ്രീവിയസ്ലി വോൺ ദി ടൈറ്റിൽ 6 times. പ്രീവിയസ് ആയിട്ട് മിസ് വേൾഡ് എന്ന് പറയുന്ന ടൈറ്റിൽ 6 തവണ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. റേറ്റ ഫറിയ 1966, അതുപോലെ ഐശ്വര്യ റായ് 1994, ഡയാന ഹൈഡൻ 1997, യുക്ത മുഖെ 1999, പ്രിയങ്ക ചോപ്ര 2000 and Manushi Jilla 2017. Okay. Next, PM Modi inaugurates Sela Tunnel connecting Assam to Arunachal. സേല ടണൽ എന്ന് പറയുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ BRO കൺസ്ട്രക്ട് ചെയ്തതാണ്. 13,000 feet ആൾട്ടിറ്റ്യൂഡിലെ റോഡിലാണ് ഈ ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അസാമിലെ തേസ്പൂറിനെയും വെസ്റ്റ് കമേങ് ഡിസ്ട്രിക്ട്, അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമേങ് ഡിസ്ട്രിക്റ്റിലെ തവാങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടണലാണ്. ഇത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 825 കോടി രൂപയാണ്. വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് ബൈലൈൻ ടണലാണ്. അതായത് 13,000 feet എബോ ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. വേൾഡിലെ ലോങ്സ്റ്റ് ബൈലൈൻ ടണലാണ് ഇത്. ഈ ടണൽ എന്ന് പറയുന്നത് എല്ലാ വെതർ കണക്ടിവിറ്റിയും ക്രോസ് സെലാപാസ് ഓൺ ദി ബാലിപ്പറ ചരിദൂർ തവാങ് റോഡ്, ഈ ഒരു പർട്ടിക്കുലർ പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന ഒരു ടണൽ എല്ലാ വെതർ കണക്ടിവിറ്റിയിലും തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ടണൽ എന്ന് പറയുന്നത് ഈ ഏരിയയിലെ ട്രാഫിക് മൂവ്മെന്റ് മോണിറ്റർ ചെയ്യാൻ ചൈനയ്ക്ക് കഴിയില്ല. ആ ഒരു രീതിയിൽ അത് എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ടണൽ പണിതിരിക്കുന്നത്. ഈ സേല പാസ് എന്ന് പറയുന്നത് 13,700 feet കറന്റ്ലി ചൈനീസിൽ നിന്ന് വിസിബിൾ ആണ്. ഹെൻസ് ക്യാൻ ഒബ്സർവ് ഓൾ കൈൻഡ്സ് ഓഫ് മിലിറ്ററി മൂവ്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒബ്സർവബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അവരുടെ മിലിറ്ററി മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ചൈന ആർ നോട്ട് ഏബിൾ ടു മോണിറ്റർ ദ ട്രാഫിക് മൂവ്മെന്റ് ഇൻ ദിസ് ഏരിയ. ഓക്കെ. സേല ടണൽ എന്ന് പറയുന്നത് ഒരു മെയിൻ ടണലും ഒരു എസ്കേപ്പ് ടണലും ആണ് അതിനകത്തുള്ളത്. ബോത്ത് രണ്ടും 555 meters ലോങ് ആണ്. ബിസിനസ് ഒരു ഷോർട്ട് ടണൽ ഉണ്ട് 980 meters, അതുപോലെ 1.2 kilometer റോഡും അതിന് കൂടെ വരുന്നുണ്ട്. അപ്പൊ സേല ടണൽ എന്ന് പറയുന്നത് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫൗണ്ടിങ് സ്റ്റോൺ, ഈ ടണലിന്റെ ഫൗണ്ടിങ് സ്റ്റോൺ ആണ് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ February 9, 2019 ചെയ്തിരിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ April 1, 2019 തന്നെ കമൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സമുദ്രയാൻ സെറ്റ് ടു എക്സ്പ്ലോർ ഓഷ്യൻ ബെഡ് ബൈ 2025 എൻഡ്. ഇപ്പൊ 2025 എൻഡ് ആകുമ്പോഴത്തേക്കും സമുദ്രയാൻ മിഷൻ, നമ്മുടെ മിഷൻ ആണ്, നമ്മുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ സമുദ്രയാൻ മിഷൻ എന്ന് പറയുന്നത് 3 പേഴ്സൺസിന് 6,000 meter ഡെപ്തില് മത്സ്യ 6000 എന്ന് പറയുന്ന ഒരു വെഹിക്കിളിൽ 6,000 meter ഡെപ്തില് ഡീപ് സീയിലേക്ക് അയക്കുന്ന ഒരു മിഷൻ ആണ്. അപ്പൊ ഡീപ് സീ റിസോഴ്സസിന്റെ എക്സ്പ്ലോറേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യ ഷുഡ് ബി ഏബിൾ ടു സെൻഡ് സയന്റിസ്റ്റ് ടു സ്റ്റഡി ദ ഡീപ് ഓഷൻ 6 kilometer അണ്ടർ ദ സീ സർഫസ് ഇൻ ഇറ്റ്സ് ഓൺ സമുദ്രയാൻ ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും 6 kilometer സീ സർഫസിൽ നിന്ന് താഴേക്ക് ഡീപ് ഓഷനെ കുറിച്ച് പഠിക്കാൻ സയന്റിസ്റ്റുകളെ സെൻഡ് ചെയ്യാൻ മാത്രം ഇന്ത്യ കാപ്പബിൾ ആകും എന്നാണ് പറയുന്നത്. അപ്പൊ സമുദ്രയാൻ അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് ഡീപ് ഓഷൻ മിഷൻ എന്ന് തന്നെയാണ്. 7/9/2021 അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ സ്കീമാണ്. ഈ പ്രൊജക്ടിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. അതായത് 2020 to 2021 മുതൽ 2025 to 2026 വരെയുള്ള ഒരു ടൈം ലൈനിലേക്കാണ് ഈ പ്രൊജക്ടിന് വരുന്നത്. സബ്മേഴ്സിബിൾ വെസൽ ഡെവലപ്ഡ് ബൈ ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പറേഷണൽ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. അതായത് അത് 96 മണിക്കൂർ വരെ, എന്തെങ്കിലും എമർജൻസി ഇവന്റ് ഉണ്ടെങ്കിൽ 12 മണിക്കൂർ എന്നുള്ളത് 96 hours വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെഹിക്കിളിന് സാധിക്കും.
അതുപോലെ US, റഷ്യ, ചൈന, ഫ്രാൻസ്, ജപ്പാൻ ഇത്തരം കൺട്രീസ് ആണ് ഡീപ് ഓഷ്യൻ ക്രൂഡ് മിഷൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇതിൽ സക്സസ് ആവുകയാണെങ്കിൽ ഇന്ത്യ ഇതിൽ സക്സസ് ആകുന്ന 6ാമത്തെ രാജ്യമായിട്ട് മാറും. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ലോഞ്ച് നാഷൻ വൈഡ് ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2024 ക്യാമ്പയിൻ. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഫോർ ജൽശക്തി ഗജേന്ദ്ര സിംഗ് ഷെഖ്വാത്ത് അദ്ദേഹം 5ാമത്തെ എഡിഷൻ ജൽശക്തി അഭിയാന്റെ 5ാമത്തെ എഡിഷൻ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ 9th March 2024 NDMC കൺവെൻഷൻ സെന്റർ ന്യൂഡൽഹിയിൽ വെച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ക്യാമ്പയിന്റെ തീം എന്ന് പറയുന്നത് നാരി ശക്തി ജൽ ശക്തി എന്നുള്ളതാണ്. അപ്പോൾ വുമൻസിന് വാട്ടർ കൺസർവേഷനിലും മാനേജ്മെന്റിലുള്ള റോള് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനിൽ തീം കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ നാഷണൽ വാട്ടർ മിഷൻ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അതിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് 13th November 2024 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിനിസ്ട്രി ഓഫ് ജൽശക്തി ആണ് ജൽശക്തി അഭിയാൻ 2019 ലോഞ്ച് ചെയ്തത്. ജൻ ആന്തോളൻ എന്നുള്ളതായിരുന്നു ഈ വാട്ടർ കൺസർവേഷന്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ സിറ്റിസൺ പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെ അക്രോസ് ദി കൺട്രി വാട്ടർ കൺസർവേഷൻ ആക്സലറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോഷൻ പഖവാഡ 2024 9th to 23rd March. ഡ്യൂറിംഗ് ഈ പഖ്വാഡയുടെ സമയത്ത് ഒരു മാസ് സെൻസിറ്റൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ 2024 തീം എന്ന് പറയുന്നത് പോഷൻ ബി പഥൈ ബി ഡയറ്ററി പ്രാക്ടീസസ് ഫോക്കസ്ഡ് ഓൺ സെൻസിറ്റൈസേഷൻ അറൌണ്ട് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് പ്രഗ്നന്റ് വുമൺ എന്നുള്ളതാണ്. പോഷൻ പഖ്വാഡ എന്ന് പറയുന്നത് ഒരു 15 days ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാർച്ചിലാണ് എല്ലാ ആനുവലി, മാർച്ച് എന്ന് പറയുന്ന മന്തിലാണ് നമ്മൾ 15 days ഇത് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പൊ ഈ മന്ത് ഓഫ് സെപ്റ്റംബർ is celebrated as the രാഷ്ട്രീയ പോഷൻ മാഹ്. അപ്പൊ പോഷൻ അഭിയാൻ എന്ന് പറയുന്നത് PM മോദിജി 8th March 2018 ലോഞ്ച് ചെയ്തത്. പോഷൻ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് ഓവർറീച്ചിങ് സ്കീം ഫോർ ഹോളിസ്റ്റിക് ന്യൂട്രീഷൻ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഇത് അതായത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഫേസ് ചെയ്യുന്ന ചിൽഡ്രൻസിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിനും ത്രൂഔട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും അവർക്ക് സ്പെഷ്യലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കുന്നതും നറിഷ്മെന്റ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് മ്യൂസിയം ഡെഡിക്കേറ്റഡ് ടു കോപ്പറേറ്റീവ്സ് ഈസ് കമ്മിങ് അപ്പ് ഇൻ കോഴിക്കോട്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മ്യൂസിയം ഇത് നമ്മുടെ ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളയില് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന്റെ അച്ചീവ്മെന്റ്സും സക്സസ് ഒക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ്. അപ്പോൾ 150 കോടിയുടെ പ്രൊജക്ട് ആണ്. കരസറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു പ്രൊജക്ട് ആണ്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ 2ാമത്തേതാണ്. ആദ്യത്തെ വേൾഡിൽ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ UK-യിലാണ്. 1844 തന്നെ UK-യിൽ ടോട്ട്ലൈനിൽ സെറ്റപ്പ് ചെയ്തൊരു മ്യൂസിയം ഉണ്ട്. അത് കഴിഞ്ഞാൽ വേൾഡിലെ 2ാമത്തെ മ്യൂസിയമാണ് ഈ കോപ്പറേറ്റീവ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 2ാമത്തെ മ്യൂസിയമാണ് കോഴിക്കോട് വരാൻ പോകുന്നത്. So there are more than 8 lakh cooperatives in India today. ഇപ്പൊ 8 ലക്ഷത്തോളധികം കോപ്പറേറ്റീവ്സ് ആണ് ഇന്ത്യയിലുള്ളത്. കളക്റ്റീവ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 29 crores ആണ്. മഹാരാഷ്ട്രയിലാണ് മാക്സിമം നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉള്ളത്, 2.3 lakh. അതിൽ 5 കോടിയോളം മെമ്പേഴ്സ് ഉണ്ട്. Next, Kerala tops chart of highest passport penetration among women in the country. അപ്പോൾ കേരളത്തിലെ വുമൻസ് ആണ് ഹയസ്റ്റ് നമ്പർ ഓഫ് പാസ്പോർട്ട് അവർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അവരാണ് ഹോൾഡ് ചെയ്യുന്നത് 2023 കണക്ക് പ്രകാരം. അത് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്ക്, 3ാം സ്ഥാനം തമിഴ്നാട്, 4ാം സ്ഥാനം പഞ്ചാബ്, 5ാം സ്ഥാനം ഗുജറാത്ത്. അപ്പോൾ കേരളയ്ക്ക് ഹയസ്റ്റ് നമ്പർ ഓഫ് ടോട്ടൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ് വരുന്നത്, 98.92 lakh ഇൻക്ലൂഡിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കണക്കാണ് ഈ 98.92 lakh എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് മെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ളത്, 70.58 lakh ആണ്. അപ്പൊ സർവേ പ്രകാരം യൂത്ത് സ്റ്റുഡന്റ് മൈഗ്രേഷൻ ഫ്രം കേരള 2023 കണ്ടക്ട് ചെയ്തൊരു സർവേ ആണ്. അതിലാണ് കുറച്ചും കൂടെ വുമൻസിലാണ് കേരളയിൽ കൂടുതൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഓവർസീ കടന്ന് പെർസ്യൂ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നത് എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. Next, Rajendra Prasad Goyal assumes additional charges as chairman and MD of NHPC Limited. Rajendra Prasad Goyal, director of NHPC, additional charge of the post of chairman as a managing director of NHPC Limited in 1st March 2024. അപ്പോൾ അദ്ദേഹം 1st March 2024 NHPC-യുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് NHPC എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനെയാണ് നമ്മൾ NHPC എന്ന്
ഇപ്പൊ പറയപ്പെടുന്നത്, മുന്നത്തെ പേരാണ് ആക്ച്വലി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നുള്ളത്. അതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. മിനി രത്ന കാറ്റഗറി 1 പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് പവർ. അപ്പോൾ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1975 അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺട്രിയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫരീദാബാദ് ആണ്, ഹരിയാന. നെക്സ്റ്റ്, അരുൾ ഗോയൽ ക്വിറ്റ്സ് an election commissioner ahead of polls. ഇപ്പോ നോട്ടിഫിക്കേഷൻ പ്രകാരം ലോ മിനിസ്റ്റർ പറയുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള അരുൾ ഗോയൽ റെസിഗ്നേഷൻ കൊടുത്തു. അത് നമ്മുടെ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മിസ്റ്റർ ഗോയൽസ് ടെന്യൂർ വാസ് ടിൽ 2027 വരെയായിരുന്നു മിസ്റ്റർ ഗോയലിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് നവംബർ 21, 2022 ജോയിൻ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനോട് കൂടി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മെമ്പറായിട്ട് മാറി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ഇലക്ഷൻ കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിൽ റിട്ടയർ ആവുകയും ചെയ്തു. India receives Measles and Rubella Champion Global Award for its exemplary efforts in combating these diseases. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് ശ്രീപ്രിയ രംഗനാഥൻ എന്ന് പറയുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അംബാസഡറുടെ ഓൺ ബിഹാഫിലാണ് ഇത് റിസീവ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ റെഡ് ക്രോസ് ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് റിസീവ് ചെയ്തത്. അപ്പോൾ 50 ഡിസ്ട്രിക്റ്റിലായിട്ട് കൺസിസ്റ്റന്റ്ലി മെസൽസിന്റെ കേസ്, അതുപോലെ റുബല്ലയുടെ കേസ് എല്ലാം നമ്മളിങ്ങനെ കുറച്ച് വരുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഡീറ്റെയിൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് നമുക്ക് കിട്ടുന്നത്. ഈ അവാർഡ്സ് ബൈ മിസൽസ് ആൻഡ് റുബല്ല പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഏജൻസി പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഇത് കംപ്രൈസ് ചെയ്യുന്നത്. അതിൽ അമേരിക്കൻ റെഡ് ക്രോസ്, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അതുപോലെ ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, യൂണിസെഫ്, WHO, ഇത്രയും ഓർഗനൈസേഷൻസ് അതിൽ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ്, Prime Minister Modi ji launched Mahatari Vandan Yojana in Chhattisgarh. അപ്പോൾ ഈ സ്കീമിൽ 1000 rupees ഓൺലൈൻ ആയിട്ട് എല്ലാ മാസവും 70 lakhോളം എലിജിബിൾ ആയിട്ടുള്ള വുമൻസിന് എല്ലാ മാസവും 1000 രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന വുമൻസിന്റെ പ്രായം എന്ന് പറയുന്നത് 23 മുതൽ 60 years old വരെയുള്ളതായിരിക്കണം. നെക്സ്റ്റ്, ഇന്ത്യ US മാരിടൈം സെക്യൂരിറ്റി എക്സസൈസ് സീ ഡിഫൻഡേഴ്സ് 2024 അറ്റ് പോർട്ട് ബ്ലെയർ. ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡിന്റെയും ഒരു ജോയിന്റ് എക്സസൈസ് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ പോർട്ട് ബ്ലെയറിൽ മാർച്ച് 9 നടന്നു. ഈ എക്സസൈസ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ, ഡ്രോണിയർ, എയർക്രാഫ്റ്റ് ഇതെല്ലാം അവിടെ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വൺ ഓഫ് ദി ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊല്യൂഷൻ റെസ്പോൺസ് ഡെമോൺസ്ട്രേഷൻ. അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് ഡിസ്പ്ലൈഡ് ദെയർ പ്രൊഫിഷ്യൻസി ഇൻ റെസ്പോണ്ടിങ് ടു ഓയിൽ സ്പിൽസ്. ആ ഓയിൽ സ്പിൽസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ പ്രൊഫിഷ്യൻസി അവിടെ ഷോ ചെയ്തായിരുന്നു. മാത്രമല്ല മറ്റ് എൻവയോൺമെന്റൽ ഹസാർഡ്, ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊഫിഷ്യൻസി അവരുടെ ഷിപ്പിലും എയർക്രാഫ്റ്റിലും ഒക്കെ ഉണ്ടെന്നുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അത് ഷോക്കേസ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, സന്തോഷ് ട്രോഫി സർവീസസ് ബീറ്റ്സ് ഗോവ ടു ലിഫ്റ്റ് ടൈറ്റിൽ ഫോർ 7th time. 77th നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സർവീസസ് സന്തോഷ് ട്രോഫി 7th time നമ്മൾ ഗോവ ആണ് അത് ബീറ്റ് ചെയ്തത്. അപ്പൊ ബീറ്റിംഗ് ഗോവ 1-0 in the സന്തോഷ് ട്രോഫി ഫൈനൽ at the Golden Jubilee Stadium at Papupari district അരുണാചൽ പ്രദേശിലാണ് നടന്നത്. Verstappen won the Saudi Arabian Grand Prix. ഈ വിക്ടറി എന്ന് പറയുന്നത് 9th one ആണ് in the row for Verstappen. റെഡ് ബുൾ ആണ്. He had recently won Bahrain Grand Prix. അതും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. നെക്സ്റ്റ്, ഓസ്കാർ അവാർഡ് 2024. അപ്പൊ 1929 ഓസ്കാർ ആദ്യം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത് ഈ സിനിമാറ്റിക് അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട്. അപ്പൊ 96th അക്കാദമി അവാർഡ് സെറിമണി അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് മാർച്ച് 10 2024 ഡോൾബി തിയേറ്റർ, ഹോളിവുഡ്, ലോസ് ഏഞ്ചൽസ്, US വെച്ചിട്ടാണ് നടന്നത്. ഇപ്പൊ അക്കാദമി അവാർഡ്സ് 2024 എന്ന് പറയുന്നത് 23 കാറ്റഗറിയിലുള്ള ഫിലിംസിന് 2023 റിലീസ് ചെയ്ത ഫിലിംസിന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ജിമ്മി കിമ്മൽ ആയിരുന്നു ഇതിന്റെ 4th ടൈമും ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റഗറി വിന്നേഴ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ സിലിയൻ മുർഫി ആയിരുന്നു, ഓപ്പൻ ഹേമറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൻ ഹേമറിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൈസ് കിട്ടിയത്. ബെസ്റ്റ് പിക്ചർ ഓപ്പൻ ഹേമർ തന്നെയായിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് എമ്മ സ്റ്റോൺ, പ്യുവർ തിങ്സിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗണിങ് ജൂനിയർ, ഓപ്പൻ ഹേമറിന് വേണ്ടിയിട്ട് തന്നെയാണ് കിട്ടിയത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്
ഡവൈൻ ജോ റണ്ടോൾഫ് ദ ഹോൾഡോവേഴ്സ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയത്. ബെസ്റ്റ് സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്നുള്ളതായിരുന്നു. ബാർബി എന്നുള്ള സോങ്ങിനാണ് ഓസ്കാർ കിട്ടിയത്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ദ ബോയ് ആൻഡ് ദ ഹീറോ ആയിരുന്നു. ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ 20 Days in Mariupol എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ്, ദേവേന്ദ്ര Jaharia becomes the new president of Paralympics Committee of India. ഡബിൾ പാരാലിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ജാവലിൻ ത്രോവർ ദേവേന്ദ്ര ജൗഹാരിക്കാണ് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. 48 year old ആയിട്ടുള്ള ഒരു ജാവലിൻ ത്രോവർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2004 ഏതൻസിൽ വെച്ച് നടന്നപ്പോൾ ഒരു ഗോൾഡ് മെഡൽ കിട്ടി. 2016 റിയോ പാരാലിമ്പിക്സിൽ F46 ഡിസബിലിറ്റി കാറ്റഗറിയിലും ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. നെക്സ്റ്റ്, സാത്വിക് ചിറാങ് വിൻ ഫ്രഞ്ച് ഓപ്പൺ ഡബിൾസ് ടൈറ്റിൽ. Satvik Sairaj Rankireddy and Chirag Shetty lifted the French Open badminton. സെക്കൻഡ് ടൈം ആണ് ഈ ഒരു ബാഡ്മിന്റന്റെ ടൈറ്റിൽ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, വേൾഡ് നമ്പർ 1 ഇന്ത്യൻ പെയർ ഹാഡ് വോൺ ദി ടൈറ്റിൽ ഇൻ 2022. 2022 വേൾഡ് നമ്പർ 1 ഇന്ത്യൻ പെയർ ഇത് വോൺ ചെയ്തിരുന്നു. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യ ടെസ്റ്റ് ഫയർ അഗ്നി 5 മിസൈൽ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ഇന്ത്യയുടെ ആദ്യത്തെ സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള അഗ്നി 5 മിസൈൽസിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തു. അപ്പൊ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് അതിനറിയപ്പെടുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ് ഓഫ് ദി ഒഡീഷ കോസ്റ്റിലാണ് നടന്നത്. അഗ്നി എന്ന് പറയുന്ന ഒരു ലോങ് റേഞ്ച് മിസൈൽ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ലാൻഡ് ബേസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണ് ഇത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു അല്ലെങ്കിൽ റേഞ്ച് ഓവർ 5000 കിലോമീറ്റർ വരെ കിട്ടും. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാർ ഹെഡ്സിനെ ക്യാരി ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അതായത് കാപ്പബിൾ ഓഫ് ഹിറ്റിംഗ് എ സെപ്പറേറ്റ് ടാർഗറ്റ്സ്. അപ്പൊ ഇതിന് മൾട്ടിപ്പിൾ വാർ ഹെഡ്സിനെ സിംഗിൾ മിസൈലിൽ ക്യാരി ചെയ്യാൻ പറ്റും. അതിനെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ MIRV ടെക്നോളജി എന്ന് പറയുന്നത് US-ന്റെയും റഷ്യയുടെയും ചൈനയുടെയും UK-യുടെയും ഫ്രാൻസിന്റെയും മാത്രം മിസൈൽസിലാണ് ഉള്ളത്. ലാസ്റ്റ് ഇയറിൽ പാകിസ്ഥാനും അവര് MIRV equipped മിസൈൽ അബാബീൽ എന്ന് പറയുന്ന ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്തു എന്ന് അവരും ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ അഗ്നി 5 എന്ന് പറയുന്നത് 3 സ്റ്റേജ് സോളിഡ് ഫ്യൂൾഡ് എഞ്ചിൻ ആണ്. അഗ്നി 1 to 4 മിസൈൽസിന് 700 കിലോമീറ്റർ ടു 3500 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. അത് ഓൾറെഡി ഡിപ്ലോയ് ചെയ്തു. അഗ്നി 5 ഇൻഡിജിനസ്ലി ബിൽഡ് ആണ്. അഡ്വാൻസ്ഡ് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. അത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, ബിക്കോം ബിക്കംസ് അരുണാചൽ പ്രദേശ് 27th ഡിസ്ട്രിക്ട്. ബിക്കോം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് കമാംഗില ഉള്ള ഒരു സ്ഥലമാണ്. അത് 27ാമത്തെ അരുണാചൽ പ്രദേശിലെ ഡിസ്ട്രിക്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. മാർച്ചിന്റെ ഏർലിയറിൽ കെ പനിയോർ കാർവ്ഡ് ഔട്ട് ലോവർ സുബാൻസിറി became the 26th district of അരുണാചൽ പ്രദേശ്. മാർച്ചിന്റെ തുടക്കത്തിൽ ലോവർ സുബാൻസിറി കാർവ്ഡ് ഔട്ട് ആയിട്ടുള്ള കെവി പനിയോർ അരുണാചൽ പ്രദേശിന്റെ 26ാമത്തെ ഡിസ്ട്രിക്ട് ആയിരുന്നു. ഫെബ്രുവരി 2024 സ്റ്റേറ്റ് അസംബ്ലി അരുണാചൽ പ്രദേശിൽ റീഓർഗനൈസേഷൻ ഓഫ് ഡിസ്ട്രിക്ട് അമെൻഡ്മെന്റ് ബില്ല് 2024 പാസ്സാക്കിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ബിക്കോമും കെ പനിയോറും പുതിയ ഡിസ്ട്രിക്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, കോർസാം കോറ ഫെസ്റ്റിവൽ ഇൻ തവാങ് സെനിത്താങ്. അപ്പൊ ആനുവൽ ഫെസ്റ്റിവൽ ആണ് അത്. ഗോർസാം കോറ എന്ന് പറയുന്നത് അത് ഗോർസം ചോർട്ടണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് 93 ഫൂട്ട് ടോൾ ആയിട്ടുള്ള ഒരു സ്തൂപയാണ്. 7 മുതൽ 10 വരെയുള്ള മാർച്ച് ആ സമയത്താണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെമിങ്താങ് വാലി എന്ന് പറയുന്നത് ന്യാംചാങ് ചു റിവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കന്റ് ഉള്ള ഒരു സാങ്ച്വറി ഒക്കെ അവിടെ ഉണ്ട്. അവിടെ 14th ദലായ് ലാമ ഫൗണ്ട് റെഫ്യൂജ് അപ്പോൺ ഹിസ് എസ്കേപ്പ് ഫ്രം തിബറ്റ് ഇൻ 1959. അങ്ങനെ 14ാമത്തെ ദലായ് ലാമ റെഫ്യൂജി ആയിട്ട് പോയത്, എസ്കേപ്പ് ചെയ്ത് പോയത് അങ്ങോട്ടേക്കാണ് എന്നെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഈ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ആൻഡ് ഐക്കൺ ഫോർ ഹിമാലയൻ ബുദ്ധിസം ഇസ് ഓൾഡർ ദാൻ ദ തവാങ് മോണസ്ട്രി. തവാങ് മോണസ്ട്രിയേക്കാളും ഓൾഡർ ആണ് ഹിമാലയൻ ബുദ്ധിസത്തിന്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സീറോ വേസ്റ്റ് ഫെസ്റ്റിവൽ എന്നുള്ളതാണ്. അപ്പൊ തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ്, അതായത് ലാർജ് നമ്പർ ഓഫ് ഭൂട്ടാനീസ് നാഷണൽസും ഈ കോർസം കോറ ഫെസ്റ്റിവലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സെമിങ്താങ് വാലി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. Next, PM Modi ji unveils bronze statue of Ahom General Lachit Borphukan in Assam's Jorhat.
ഇപ്പോൾ സ്റ്റാച്യു ഓഫ് വലൂർ എന്നറിയപ്പെടുന്ന 125 ഫൂട്ട് ബ്രോൺസ് സ്റ്റാച്യു ലെജൻഡറി അഹോം ജനറൽ ആയിട്ടുള്ള ലച്ചിത് ബോർഫുഖാന്റെ ആണ്. ഈസ്റ്റേൺ അസാമിലെ ജോർഹത്ത് ഡിസ്ട്രിക്റ്റിലാണ് അത് സ്ഥാപിച്ചത്. അത് ഡിസൈൻ ചെയ്തതും കൺസ്ട്രക്ട് ചെയ്തതും സ്കൾപ്റ്റർ ആയിട്ടുള്ള റാം വൻഷി സുധാർ ആണ്. അത് 41 ഫീറ്റ് ആണ് അത് വരുന്നത്. മേക്കിംഗ് ദ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 125 ഫീറ്റ് ടോൾ ആയിട്ട് വരും. പെഡസ്റ്റൽ മാത്രം 41 ഫീറ്റ് വരും, അതിന്റെ ആ ഒരു സ്റ്റാൻഡിംഗ് പെഡസ്റ്റൽ. അപ്പൊ ഈ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റാച്യു എന്ന് പറയുന്നത് ഫോമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഫെബ്രുവരി 2022 അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടത്. ലച്ചിത് ബോർഫുഖാൻ ആണ് ലെജൻഡറി ആർമി കമാൻഡർ ഓഫ് ദി അഹോം കിങ്ഡം. അപ്പൊ അഹോം കിങ്ഡത്തിലെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആർമി കമാൻഡർ ആണ് ഈ ലച്ചിത് ബോർഫുഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഓഫ് സറൈഘട്ടില് അദ്ദേഹത്തിന്റെ ഒരു പൈവറ്റൽ റോൾ എപ്പോഴും അവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 1671 നടന്നാണ് ആ ബാറ്റിൽ. അപ്പോ അദ്ദേഹം സക്സസ്ഫുള്ളി അസാമിനെ മുഗൾ ഫോഴ്സസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തു. മുഗൾ ഫോഴ്സസിനെ അവിടെ ആ സമയത്ത് ലീഡ് ചെയ്തിരുന്നത് രാജ റാംസിംഗ് 1 ആയിരുന്നു. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനും സ്ട്രാറ്റജിക് പവേഴ്സിനും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ്, അദൃശ്യജാലകങ്ങൾ became the first Malayalam film to premiere at the 27th International Film Festival in Estonia. എസ്റ്റോണിയയിൽ വെച്ച് നടന്ന 27ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ഏക മലയാള ഫിലിം മാത്രമാണ് അവിടെ പ്രീമിയറിൽ ഷോ ചെയ്തത്. അത് അദൃശ്യ ജാലകങ്ങളാണ്. അതിന്റെ ഡയറക്ടർ ഡോക്ടർ ബിജു ആണ്. ടൊവിനോ തോമസ് ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കിഷോർ മക്വാന അസ്യൂംസ് ചാർജ് ഓഫ് ചെയർമാൻ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ NCSCയുടെ ചെയർമാൻ ആയിട്ട് കിഷോർ മക്വാന ചാർജ് എടുത്തിരിക്കുകയാണ്. മക്വാന എന്ന് പറയുന്നത് ജോയിന്റ് സ്പോക്സ് പേഴ്സൺ ഓഫ് ഗുജറാത്ത് യൂണിറ്റ് ഓഫ് ദി BJP ആണ്. ദി കോൺസ്റ്റിറ്റ്യൂട്ടഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഗവൺമെന്റ് എൻഷുവേഴ്സ് എ പ്ലേസ് ഫോർ മതിക മെമ്പർ. മതിക കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി പോപ്പുലസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ആണ് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും. നെക്സ്റ്റ്, സശക്ത് നാരി വികസിത് ഭാരത് പ്രോഗ്രാം. ശക്ത് നാരി വികസിത് ഭാരത് പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഡ്രോൺസിന് 1000 ഡ്രോൺസിന് നമോ ഡ്രോൺ ദീദീസ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ കീഴിൽ പ്രൈം മിനിസ്റ്റർ ഹാൻഡ് ഓവർ ചെയ്തു. നാനോ ഡ്രോൺ ദീദി എന്ന് പറയുന്നത് റൂറൽ വുമണിനെ ഡ്രോൺ പൈലറ്റ്സിൽ ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനെ അവരെ ലോക്കൽ ഫാമിംഗ് സപ്ലൈ ചെയിൻസിന്റെ ഒരു ഇന്റഗ്രൽ സ്റ്റേക്ക് ഹോൾഡർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ 1 കോടി വുമൺസിനാണ് ഈ ലഖ്പതി ദീദി എന്നുള്ള സ്കീമിന്റെ അണ്ടറിലൊക്കെ വരുന്നത്. അത് വേരിയസ് ഗവൺമെന്റ് സ്കീംസ് ആണ് അതിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത്. 11 March National Archives of India's 134th Foundation Day ആണ്. അപ്പോൾ ഓൺ ദി ഒക്കേഷൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് കൾച്ചർ അർജുൻ റാം മെഗ്വാൾ ഡിജിറ്റൽ എക്സിബിഷൻ ആയിട്ടുള്ള സുഭാഷ് അഭിനന്ദൻ എന്ന് പറയുന്ന ലൈഫ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ന്യൂഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് നടന്ന ഡിജിറ്റൽ എക്സിബിഷൻ നടത്തി. ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് നാഷണൽ അർച്ചീവ്സിന് അവൈലബിൾ ആയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ബേസ് ചെയ്തിട്ടായിരുന്നു. നെക്സ്റ്റ് 12th March മൗറീഷ്യൻ നാഷണൽ ഡേ ആണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു മാർച്ച് 12 മൗറീഷ്യസിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. മൗറീഷ്യസിന്റെ നാഷണൽ ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ contingent of the Indian Navy, including 2 ships from the first training squadron, INS Tir and CGS Saradhi, will participate in the celebration. അപ്പോൾ ഈ സെലിബ്രേഷൻ INS Tirum CGS Saradhi ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡ്രണിലാണ് ഈ 2 ഷിപ്പുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. Next, Jammu and Kashmir Police launches Operation Kathmandu to combat cattle smuggling. അപ്പോൾ കാറ്റിൽ സ്മഗ്ലിങ്ങിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ കാഠ്മണ്ഡു എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ജമ്മു കാശ്മീർ പോലീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് PM inaugurates കൊച്ച്റാം ആശ്രം ഇൻ സബർമതി ഗുജറാത്ത്. PM മോദി സബർമതി ആശ്രമം വിസിറ്റ് ചെയ്തു. അങ്ങനെ അതിന്റെ റീഡെവലപ്മെന്റ് കൊച്ച്റാം ആശ്രം എന്ന് പറയുന്ന റീഡെവലപ്മെന്റ് ഇനോഗ്രേറ്റ് ചെയ്തു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഈ ആശ്രം എസ്റ്റാബ്ലിഷ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക ഇൻ 1950. അപ്പൊ കൊച്ച്റാം ആശ്രം എന്ന് പറയുന്നത് ഗാന്ധിജി സ്റ്റേ ചെയ്ത സ്ഥലമാണ് ബിഫോർ സബർമതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോ ബാപ്പൂസ് സബർമതി ആശ്രമം എന്ന് പറയുന്നത് ഏരിയ ഒരു 120 ഏക്കർ ഉണ്ടായിരുന്നു, അത് 5 ഏക്കറായിട്ട് ഷ്രിങ്ക് ചെയ്തു. അപ്പൊ PM മോദിജി 1200 കോടിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഈ ഗാന്ധി ആശ്രം മെമ്മോറിയലിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ഈ മാസ്റ്റർ പ്ലാനിന്റെ കീഴില് 5 ഏക്കർ ഏരിയനെ ആശ്രമത്തിനെ എക്സ്പാൻഡ് ചെയ്ത് 55 ഏക്കർ ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്.
36 എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്സ് ഉണ്ട്, അത് റീസ്റ്റോറേഷൻ കൂടെ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് ഗവർണർ ആയിട്ടുള്ള ആചാര്യ ദേവ്വ്രത്, അതുപോലെ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ ഒക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഹോം മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ചസ് ദ ദില്ലി ഗ്രാമോദയ് അഭിയാൻ. ഇപ്പൊ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ PNG, അതായത് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് അൺവീൽ ചെയ്തു. അതിന്റെ കണക്ഷൻസ് 41 വില്ലേജസിൽ, ഡൽഹിയിലുള്ള 45 വില്ലേജസിലേക്കാണ് പോകുന്നത്. ഇത് വരുന്നത് ദില്ലി ഗ്രാമോദയ് അഭിയാന്റെ കീഴിലാണ്. അപ്പോൾ അദ്ദേഹം വേറെയും ഡെവലപ്മെന്റ് വർക്കുകൾ 178 വില്ലേജുകളിലായിട്ട് ഡെവലപ്മെന്റ് വർക്കുകൾ ഇനോഗ്രേറ്റ് ചെയ്തു. ഇതിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 383 crores ആണ്. അപ്പോൾ ഈ ദില്ലി ഗ്രാമോദയ് അഭിയാന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. കൂടാതെ ഇറ്റ് ഓൾസോ എയിംസ് ടു ഫോക്കസ് ഓൺ സയന്റിഫിക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അതുപോലെ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ്സ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, വാട്ടർ മാനേജ്മെന്റ്, എഫിഷ്യന്റ് ലാൻഡ് യൂസ് എമംഗ് അതർ ഗോൾസ്. ഇതെല്ലാം അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഗോൾസ് ആണ്. നെക്സ്റ്റ്, തമിഴ്നാട് ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് റോബോട്ടിക് ടെമ്പിൾ എലഫന്റ്. അപ്പൊ എലഫന്റ് എന്ന് പറയുന്നത് ദേവർഷോലയിലുള്ള ഗുഡലൂർ NGO ആണ് ഈ ഒരു ശിവൻ ടെമ്പിളിലേക്കാണ് ഈ എലഫന്റിനെ ഹാൻഡ് ഓവർ ചെയ്തത്. earlier donated to temples across Kerala to end often criticized practice of maintaining elephants in captivity at temples. But temples ഈ പറയുന്ന എലഫൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലേക്ക്. അപ്പൊ അതിനെ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഈ റോബോട്ടിക് എലഫന്റിനെ കൊണ്ടുവന്നത്. ആദ്യം കേരളത്തിലായിരുന്നു ഡൊണേറ്റ് ചെയ്തിരുന്നത്, ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ശിവൻ ടെമ്പിളിലേക്ക് ഇത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, 13th മാർച്ച് നോ സ്മോക്കിംഗ് ഡേ ആണ്. അപ്പൊ നോ സ്മോക്കിംഗ് ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും മാർച്ചിലെ സെക്കൻഡ് വെനസ്ഡേ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടൊബാക്കോ സ്മോക്കിങ്ങിന്റെ ഹാർംഫുൾ ഹെൽത്ത് എഫക്ട്സിന് കൊടുക്കുന്ന അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഓൾ ഓവർ ദി വേൾഡ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജസ്റ്റിസ് സത്യേന്ദ്ര കുമാർ സിംഗ് sworn in as new ലോകായുക്ത ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ പുതിയ ലോകായുക്തയായിട്ട് ഗവർണർ മംഗുഭായ് പട്ടേൽ ലോകായുക്തയായി രാജ്ഭവനിൽ വെച്ചിട്ടാണ് ജസ്റ്റിസ് സത്യേന്ദ്ര കുമാർ സിംഗിനെ ഒത്തുചൊല്ലി കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഭാരത് ശക്തി വാർ ഗെയിം ഇൻ പൊഖ്രാൻ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിജി ട്രൈ സർവീസസ് വാർ ഗെയിം ഭാരത് ശക്തി രാജസ്ഥാനിലെ പൊഖ്രാനില് മാർച്ച് 12 നടന്നത്. അതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അറ്റൻഡ് ചെയ്തിരുന്നു. ഈ വാർ ഗെയിം എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ഡെമോൺസ്ട്രേഷൻ ആണ് ഇൻഡിജിനസ് ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ. ട്രൈ സർവീസസ് അതായത് ലൈവ് ഫയർ ആൻഡ് മാനുവർ എക്സസൈസ് ഭാരത് ശക്തി അറ്റ് പൊഖ്രാൻ ഇൻ രാജസ്ഥാൻ. India stands as the world's second largest producer of mobile phones. അപ്പൊ ഇന്ത്യ ഇപ്പോ വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസർ ആണ്. 2014 മുതൽ 24 വരെയുള്ള ഒരു 10 വർഷം കണക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൊബൈൽ ഫോൺ ആണ്. അപ്പൊ ഈ സെക്ടർ എന്ന് പറയുന്നത് 78% ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്നു 2014. ഇപ്പൊ 97% സെൽഫ് സഫിഷ്യൻസി ആണ്. ഇപ്പൊ ഓൺലി 3% ഓഫ് ടോട്ടൽ മൊബൈൽ ഫോൺസ് മാത്രമാണ് ഇന്ത്യയിൽ സോൾവ് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്തത് മാത്രം സോൾവ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിയർലി 20 lakhs crores rupeesന്റെ ആണ്. ഓക്കെ, നെക്സ്റ്റ്, UGC ഇൻട്രൊഡ്യൂസസ് ഷോർണി ഹെൽപ്പിംഗ് ഫീമെയിൽ സയന്റിസ്റ്റ് ആൻഡ് ഫാക്കൽറ്റി കണക്ട്. അപ്പൊ ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇന്ത്യ, അതാണ് ഷോർണി എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണ് ലോഞ്ച് ചെയ്തത്, ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്ററും കൂടെ ചേർന്നിട്ട്. ഷോർണി എന്ന് പറയുന്നത് ഒരു ലാർജ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. വുമൻസിന് ഡൈവേഴ്സ് എക്സ്പെർട്ടൈസ് ഉള്ള വുമൻസിന്റെ കൂടെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ലാർജ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫീമെയിൽ സയന്റിസ്റ്റിനെയും ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും സ്ട്രോങ് പ്രൊഫഷണൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൊളാബറേഷൻ ഫാസ്റ്റ് ചെയ്യാനും മെന്റർഷിപ്പിനും കരിയർ ഓപ്പർച്യൂണിറ്റിയുടെ അഡ്വാൻസ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോഴത്തെ UGC ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ M ജഗദീഷ് കുമാർ ആണ്. നെക്സ്റ്റ്, വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടു ബി ഹെൽഡ് ഇൻ ഡൽഹി. വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി WTSA 2024 ന്യൂഡൽഹിയിൽ വെച്ച് 15 മുതൽ 24 ഒക്ടോബർ 2024 നടക്കാൻ പോകുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഓർഗനൈസ് ചെയ്യുന്നതാണ് WTSA എന്ന് പറയുന്നത്. ഇത് ഗ്ലോബൽ അജണ്ട ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെലികോം ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ളതിൽ ഒരു ക്രിട്ടിക്കൽ റോൾ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും ഇതിനൊരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. നെക്സ്റ്റ്, റിക്കൻ യമാമോട്ടോ ഓഫ് ജപ്പാൻ ഡിക്ലെയർഡ് വിന്നർ ഓഫ് ദി 2024 പ്രിറ്റ്സ്കർ ആർക്കിടെക്ചർ പ്രൈസ്.
അപ്പോൾ ഈ അവാർഡ് ഇന്റർനാഷണലി ഉള്ള ഒന്നാണ്. ആർക്കിടെക്ചേഴ്സിൽ ടോപ്പ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. യമമോട്ടോ എന്ന് പറയുന്ന 53rd പ്രിസ്കർ ആർക്കിടെക്ചർ പ്രൈസ് ലോറേറ്റ് ആണ്. ജപ്പാനിൽ നിന്ന് 9ാമത്തെ വ്യക്തിയാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കുന്നത്. ബിൽഡിങ്സിലും അതുപോലെ അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് പണിയാനുള്ള ഒരു ക്യാപ്പബിലിറ്റി, ആർക്കിടെക്ചർ ക്യാപ്പബിലിറ്റിനെ ഓണർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. നെക്സ്റ്റ്, മൗറീഷ്യസ് കൺഫേഴ്സ് ഓണററി ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് സിവിൽ ലോ ഓൺ പ്രസിഡന്റ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു മൗറീഷ്യസിന്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ മാർച്ച് 12 നടന്നപ്പോൾ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ 6th ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ മൗറീഷ്യസ് നാഷണൽ ഡേയിൽ പങ്കെടുക്കുന്ന ചീഫ് ഗസ്റ്റ്. 2000 മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രസിഡന്റ്സ് അവിടെ നാഷണൽ ഡേയിൽ ഗസ്റ്റ് ആയിട്ട് പോവാറുണ്ടായിരുന്നു. നെക്സ്റ്റ്, ടീം ഇന്ത്യ ക്ലീച്ച് 26 മെഡൽസ് ഇൻക്ലൂഡിംഗ് 5 ഗോൾഡ് ഇൻ യൂത്ത് വേൾഡ് ബോക്സിംഗ് കപ്പ്. അപ്പൊ ടീം ഇന്ത്യ 26 മെഡൽസ് ആണ് യൂത്ത് വേൾഡ് ബോക്സിംഗ് കപ്പിൽ കിട്ടിയത്. അതിൽ 5 ഗോൾഡും 9 സിൽവറും 12 ബ്രോൺസ് മെഡൽസും ആണ് കിട്ടിയത്. യൂത്ത് വേൾഡ് ബോക്സിംഗ് കപ്പ് അഡ്രിയാറ്റിക് പേൾ 2024 മോണ്ടെനെഗ്രോയിലാണ് നടക്കുന്നത്. അതില് നികിത ചന്ദിന് ബെസ്റ്റ് ബോക്സർ ഓഫ് ദി ടൂർണമെന്റ് കിട്ടി. അതുപോലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ശരിക്കും റഷ്യക്കാണ്. നമുക്ക് ഫസ്റ്റ് റണ്ണർ ആണ് കിട്ടിയത്. 8 ഗോൾഡ് ആണ് റഷ്യക്ക് കിട്ടിയത്. നെക്സ്റ്റ്, FIH വേൾഡ് റാങ്കിങ്സ്. Indians men slipped to 4th and women teams ranked 9th. India had directly qualified for Paris Olympics through Asian Games called last year. And didn't need to play the recently concluded Olympic qualifications. Olympic qualification നമ്മൾ പ്ലേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ വുമൻസ് റാങ്കിങ് എന്ന് പറയുന്നത് ഇന്ത്യ ഫെയിൽ ചെയ്തു കട്ട് ഫോർ ദി പാരീസ് ഗെയിം. ഓക്കെ, നെക്സ്റ്റ്, സാഹിത്യ അക്കാദമി അവാർഡ്സ് ഫോർ 2023. അപ്പോൾ ഇംഗ്ലീഷ് ഓതർ നീലം ശരൺ കൗർ, അതുപോലെ ഹിന്ദി നോവലിസ്റ്റ് സഞ്ജീവ് റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ 2023. നീലം ശരൺ കൗറിന്റെ ബുക്ക് റിക്വീം ഇൻ രാഘ ജാനകി എന്നുള്ളതാണ്. സഞ്ജീവിന്റെ നോവല് മുജെ പെജാനോ എന്നുള്ളതാണ്. ഈ അവാർഡ് സെറിമണി എന്ന് പറയുന്നത് 78th ആനിവേഴ്സറി സാഹിത്യോത്സവത്തിലാണ് നടക്കുന്നത്. അപ്പൊ ഓതേഴ്സും പോയറ്റും ഒരു കോപ്പർ പ്ലേക്ക് കിട്ടും, ഒരു ഷാൾ കിട്ടും, അതുപോലെ 1 lakh rupees സമ്മാനമായി കിട്ടും. നെക്സ്റ്റ്, മഞ്ജുള രാമസ്വാമി കൺഫേർഡ് വിത്ത് സംഗീത് നാടക് അക്കാദമി അവാർഡ്. അപ്പൊ വെറ്ററൻ ഭരതനാട്യം ഗുരു മഞ്ജുള രാമസ്വാമി അവർക്ക് സംഗീത് നാടക അക്കാദമി അവാർഡ് 2022-24 22-23 ഭരതനാട്യത്തിലേക്കുള്ള കോൺട്രിബ്യൂഷന് പേരിലാണ് കിട്ടുന്നത്. 66 year old ഡാൻസർ ആണ്. അതുപോലെ ഡയറക്ടർ ഓഫ് ഹൈദരാബാദ് ബേസ്ഡ് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീരാമ നാടക നികേതൻ. പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഈ ഓണർ അവർക്ക് കൊടുക്കുന്നത്. ഈ സംഗീത് നാടക അക്കാദമി അവാർഡീസിന് 1 lakh പ്രൈസ് കിട്ടും. അതുപോലെ അംഗവസ്ത്രം, ഒരു ഷോള് കിട്ടും, പിന്നെ താമ്രപത്ര, ഒരു സൈറ്റേഷൻ പ്ലേക്കും കിട്ടും. നെക്സ്റ്റ്, ഇന്ത്യൻ റൈറ്റർ അമിതാവ് ഘോഷ് അവാർഡഡ് പ്രസ്റ്റീജിയസ് എറാസ്മസ് പ്രൈസ് 2024. ഇന്ത്യൻ ഓതർ ആയിട്ടുള്ള അമിതാവ് ഘോഷിന് പ്രസ്റ്റീജിയസ് എറാസ്മസ് പ്രൈസ് 2024 കിട്ടിയിരിക്കുകയാണ്. അത് നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം എറാസ്മീനം ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ, അത് മെയിൻ തീം എന്ന് പറയുന്നത് ഇമാജിനിങ് ആൻ അൺതിങ്കബിൾ തോട്ട് ഇൻ ഹിസ് റൈറ്റിംഗ്സ്. അതുപോലെ ഓൺ ദ ക്ലൈമറ്റ് ക്രൈസിസ്, അതുപോലെ ഹ്യൂമൻ ഇന്ററാക്ഷൻസ് വിത്ത് നേച്ചർ എന്നുള്ള തീമില് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുത്തത്. അദ്ദേഹത്തിന് 2007 പത്മശ്രീ കിട്ടിയിരുന്നു. അതുപോലെ 54ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2018 ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്റററി ഓർഡറും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. നെക്സ്റ്റ്, 14th മാർച്ച് പൈ ഡേ 2024 ആണ്. പൈ ഡേ എന്ന് പറയുന്നത് മാർച്ച് 14th ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് is 3 significant figures is most well-known approximation of the mathematical constant pi. അതായത് 3.14 എന്നുള്ളത് പൈന്റെ മാത്തമാറ്റിക്സിൽ പൈന്റെ ഒരു വാല്യൂ ആണ്. അപ്പോ പൈ എന്ന് പറയുന്നത് ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ആർക്കിമിഡീസ് ആണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. 1737 ലിയോൺഹാർഡ് ഊളർ popularized the symbol of pi. അപ്പൊ ഈ ഇയർ 1988 അമേരിക്കൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ലാരി ഷോ ആണ് ഈ ഫസ്റ്റ് ആദ്യമായിട്ട് പൈ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പൈ ഡേ എന്ന് പറയുന്നത് റിനൗണ്ട് ഫിസിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, 14th മാർച്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സും കൂടെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ ഓൾ എന്നുള്ളതാണ്. അപ്പൊ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ്, റിവേഴ്സ്, അതുപോലെ വാട്ടർ ഷെഡ്സ്, ഇതിന്റെയൊക്കെ ഡീഗ്രഡേഷന് എതിരെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ISMA appoints Deepak Balani as new Director General. Indian Sugar and Bioenergy Manufacturing Association ആണ് ISMA. ISMAയുടെ headquarters ന്യൂഡൽഹിയിലാണ്. ISMA establish ചെയ്തത് 1932-ലാണ്. Next, Union Minister Anurag Singh Thakur launches first season of Swaraj on OTT platform Amazon Prime. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് 75 എപ്പിസോഡ് ആണ് ഉള്ളത്. അതിനകത്ത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്ത ഹീറോസിനെ അവരുടെ കൺട്രിയിലെ എല്ലാ കോർണേഴ്സിലുള്ള ലീഡേഴ്സിനെ ഹീറോസിനെ കവർ ചെയ്യുന്നുണ്ട്. സ്വരാജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വാസ്കോ ഡ ഗാമ 1498 അറൈവ് ചെയ്ത മുതൽ നമ്മൾ ഇൻഡിപെൻഡൻസ് 1947 ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു ഫുൾ ജേർണിയാണ് സ്വരാജിൽ ഷോ ചെയ്തത്. നെക്സ്റ്റ്, സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ആയുഷ് വൈദ്യ രാജേഷ് Kotecha inaugurates Yoga Mahotsav 2024. 100-day countdown to the year's International Day of Yoga. June 21st was declared as the International Yoga Day by UN General Assembly. അപ്പോൾ ഇപ്രാവശ്യത്തെ യോഗ മഹോത്സവത്തിന്റെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നുള്ളതാണ്. ഇന്ത്യൻ നേവി അറ്റ് എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 2024. ഇപ്പോൾ INS തീർ ലീഡർഷിപ്പ് ഓഫ് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡ്രൺ ITS അവർ എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 24 പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത് പോർട്ട് വിക്ടോറിയയിലാണ് സീഷെൽസിൽ വെച്ചിട്ടാണ് നടന്നത്. 26 ഫെബ്രുവരി മുതൽ 8 മാർച്ച് 2024 വരെയാണ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഈ കട്ലാസ് എക്സ്പ്രസിന്റെ പാർട്ടായിട്ട് ഇന്ത്യൻ നേവി ആക്റ്റീവ്ലി 16 ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസുമായിട്ട് പാർട്ടിസിപ്പേറ്റൻസുമായിട്ട് എൻഗേജ് ചെയ്തിരുന്നു. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഈ എക്സസൈസ് 2019 മുതൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 16th മാർച്ച് നാഷണൽ വാക്സിനേഷൻ ഡേ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ എന്ന് പറയാം. 1988 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബൽ പോളിയോ ഇറാഡിക്കേഷൻ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പ്ലാനറ്റിൽ തന്നെ ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്ത ഫസ്റ്റത്തെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇത്. 1995 സെയിം ഡേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇതുപോലെ കൺട്രിയിൽ ആദ്യമായിട്ടൊരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്നതാണ്. അന്ന് മുതൽ തന്നെ മാർച്ച് 16 മുതൽ നമ്മൾ നാഷണൽ വാക്സിനേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യ റാങ്ക്സ് 134th ഇൻ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇപ്പൊ ഇന്ത്യ യുണൈറ്റഡ് നേഷന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്തു 2022-നേക്കാളും ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം. 2022 ഇന്ത്യ 134 ആയിരുന്നു 193 രാജ്യങ്ങളിൽ. ഇപ്രാവശ്യം 191 രാജ്യങ്ങളിൽ 135 2021 കമ്പയർ ചെയ്യുമ്പോൾ 2022 ഇംപ്രൂവ്മെന്റ് ആണ്. ഡാറ്റ പബ്ലിഷ് ചെയ്ത UNDPയുടെ റിപ്പോർട്ട് UNDP ആണ്. അവരുടെ റിപ്പോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദി ഗ്രിഡ്ലോക്ക് റീഇമേജിംഗ് കോർപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്നുള്ളതാണ്. India ranks 108 in Gender Inequality Index 2022 UNDP report. Gender Inequality Index 2022 എന്ന് പറയുന്നത് UNDP Human Development Report 2023-24 റിലീസ് ചെയ്തു. അപ്പോൾ Gender Inequality Index 2022 ഇന്ത്യയുടെ റാങ്ക് 108 ആണ്. 193 കൺട്രീസ് ആണ് അതിലുള്ളത്. ഇന്ത്യയുടെ റാങ്ക് 0.437 ആണ്. India stood at rank 122 out of 191 countries with a score of 0.490 in the Gender Inequality Index in 2024. അപ്പൊ അതിൽ നിന്ന് മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ റിമൈൻസ് വേൾഡ്സ് ലാർജസ്റ്റ് ആർംസ് ഇമ്പോർട്ടർ SIPRI റിപ്പോർട്ട്. സ്വീഡിഷ് തിങ്ക് ടാങ്ക് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് SIPRI എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 2019-23 കാലഘട്ടത്തിൽ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ആർംസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇമ്പോർട്ട് എന്ന് പറയുന്നത് 4.7% ആയിട്ട് മാറിയിരിക്കുകയാണ്. 2014-18 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കൂടിയിട്ടുണ്ട്. സെയിം ടൈം ആർംസ് ഇമ്പോർട്ട് ഓഫ് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് 94% in 2014-18 അതുപോലെ 2019-23 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഫ്ലൈ 91 ഇന്ത്യസ് ന്യൂവസ്റ്റ് റീജിയണൽ എയർലൈൻ. ഇപ്പൊ ജ്യോതിരഥിയ India virtually flagged off the regional airline Flight 91. Inaugural flight ഗോവ ഇന്ന് മഹോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അഗട്ടി ലക്ഷദ്വീപിലെ എയർപോർട്ടിലോട്ടാണ്. ഫ്ലൈറ്റ് 91 എന്ന് പറയുന്നത് ഒരു ഗോവ ബേസ്ഡ് കാരിയർ ആണ്. അപ്പോൾ ഇതിന്റെ MD and CEO എന്ന് പറയുന്നത് ഈ Flight 91ന്റെ MD and CEO മനോജ് ചാക്കോ ആണ്. It will begin its commercial service മാർച്ച് 18 മുതൽ കൊമേഴ്ഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. ഗോവയെയും ബാംഗ്ലൂരിനെയും ഹൈദരാബാദിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ഇവര് തുടങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ചസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഡിജിറ്റൽ CCMS. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ യുണീക് ഡിജിറ്റൽ ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം CCMS വിർച്വലി ഇനാഗ്രേറ്റ് ചെയ്തു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയാണ് CCMS.
ഇപ്പൊ ന്യൂലി ഡെവലപ്പ് ചെയ്ത ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് NIA ടെററിസം അതുപോലെ ക്രൈം കേസസ് ജസ്റ്റിസ് ഡെലിവറിയിലൊക്കെ കുറച്ചും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Then he also launched a mobile app, Sankhalan. Sankhalan എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പും കൂടെ ലോഞ്ച് ചെയ്തു. അതെന്ന് പറയുന്നത് ന്യൂ ക്രിമിനൽ ലോ ബൈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കമ്പേഡിയമാണ്. സംഘാലം ആപ്പ് എന്ന് പറയുന്നത് ന്യൂ ക്രിമിനൽ ലോസിനെ ഓൾഡ് ആൻഡ് ന്യൂ ക്രിമിനൽ ലോസിനെ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, നീതി ആയോഗ് ലോഞ്ചസ് വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഗ്രാസ് റൂട്ട് എന്റർപ്രണർഷിപ്പ്. അപ്പോൾ സെൽഫ് റിലയൻസും സസ്റ്റൈനബിൾ ഗ്രോത്തും ഒക്കെ എൻകറേജ് ചെയ്യാൻ നീതി ആയോഗ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ്പിറേഷൻ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഇനീഷ്യേറ്റീവ് ലോക്കൽ എക്കണോമീസിനെയും ഗ്രാസ് റൂട്ട് ലെവൽ എന്റർപ്രണർഷിപ്പിനെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് അതുപോലെ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ ചേർന്നിട്ടാണ് നടപ്പിലാക്കുന്നത്. ഈ ഗവൺമെന്റ് ഇ മാർക്കറ്റ് അതുപോലെ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ ഇതിനു വേണ്ട ടെക്നിക്കൽ ഓപ്പറേഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിനൊരു ഡെഡിക്കേറ്റഡ് വിൻഡോ ഉണ്ട്. ബ്രാൻഡ് നെയിം ആകാംക്ഷ എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്ത GM പോർട്ടലാണ്. അവിടെ ഇൻഡിജിനസ് ലോക്കൽ പ്രൊഡക്ട്സ് ഏകദേശം 500ഓളം ആസ്പിറേഷൻ ബ്ലോക്സിൽ നിന്നുള്ള ഇൻഡിജിനസ് ലോക്കൽ പ്രൊഡക്ട്സ് അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. 15th March വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ തീം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേയുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് US പ്രസിഡന്റ് ജോൺ കെ കെൻഡിയിൽ നിന്നാണ്. അദ്ദേഹം US കോൺഗ്രസ് മാർച്ച് 15 അഡ്രസ് ചെയ്തിരുന്നു. 1983 മുതലാണ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. നെക്സ്റ്റ്, സുഖ്ബീർ സന്ധു ആൻഡ് ഗ്യാനേഷ് കുമാർ അപ്പോയിന്റഡ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ സുഖ്ബീർ സിംഗ് സന്ധു അത് പഞ്ചാബിൽ നിന്നുള്ള ഒരാളാണ്. അതുപോലെ ഗണേഷ് കുമാർ കേരളയിൽ നിന്നുള്ള ഒരാളാണ്. അവർ രണ്ടുപേരുമാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിജി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിജി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോയിന്റ് ചെയ്ത പ്രസിഡന്റ് ആണ്. ഈ വേക്കൻസീസ് ആൻഡ് കം അപ്പ് ആഫ്റ്റർ ദി റിട്ടയർമെന്റ്. അനൂപ് ചന്ദ്ര പണ്ഡെയുടെ റിട്ടയർമെന്റ് അതുപോലെ അരുൾ ഗോയലിന്റെ സഡൻ റെസിഗ്നേഷന് ശേഷമാണ് ഇങ്ങനെ ഒരു വേക്കൻസി വന്നത്. പുതിയ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്. മഹാരാഷ്ട്ര ടു ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബൈ ലാൻഡ് ഇൻ കാശ്മീർ. അപ്പൊ മഹാരാഷ്ട്ര വേറൊരു സ്റ്റേറ്റിൽ, അതായത് കാശ്മീരിൽ പോയിട്ട്, ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയിൽ പോയിട്ട് അവരവിടെ കുറച്ച് ലാൻഡ് വാങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ഫെസിലിറ്റി സ്റ്റേറ്റ് പീപ്പിളിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ മഹാരാഷ്ട്ര അങ്ങനെ വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് ലാൻഡ് വാങ്ങുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ മഹാരാഷ്ട്ര ഭവൻ അവരെ സെൻട്രൽ കാശ്മീർ ബഡ്ഗാമിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് അവർ സ്റ്റേറ്റ് ഭവനിനെ അപ്പോ ഇത് ആർട്ടിക്കിൾ 370 മുന്നേ ഓൺലി പെർമനന്റ് റെസിഡൻസ് ഓഫ് ജമ്മു കാശ്മീർ കുഡ് ബൈ ലാൻഡ് ഇൻ ഈസ്റ്റ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിലെ 370 ഉണ്ടായിരുന്ന സമയത്ത്, ആർട്ടിക്കിൾ 370 അപ്ലിക്കബിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് ജമ്മു കാശ്മീരിലെ റെസിഡൻസിന് മാത്രമേ അവിടെ ലാൻഡ് വാങ്ങിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ അത് എടുത്ത് മാറ്റിയപ്പോ ആർക്ക് വേണമെങ്കിലും അവിടെ ലാൻഡ് മേടിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, പണ്ടമുല ഗുട്ട ഡിസൈൻ ഡെസിഗ്നേറ്റഡ് എക്സ്ക്ലൂസീവ് ജിയോ ഹെറിറ്റേജ് സൈറ്റ് ഇൻ തെലങ്കാന. പണ്ടമുല ഗുട്ട എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ മാർവൽ ഏരിയ ആണ്. ഓൾഡർ, ഹിമാലയൻ ഹിൽസിനേക്കാളും ഓൾഡർ ആണ്. ഒഫീഷ്യലി ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെലങ്കാനയിലെ ആദ്യത്തെ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ജിയോ ഹെറിറ്റേജ് സൈറ്റ്. ജിയോ ഹെറിറ്റേജ് റെഫേഴ്സ് ടു ദ ജിയോളജിക്കൽ ഫീച്ചർ വിച്ച് ആർ ഇൻഹെറിറ്റ്ലി ഓർ കൾച്ചറലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. എർത്തിന്റെ എവല്യൂഷനും ഹിസ്റ്ററിയും ഒക്കെ ഇൻസൈറ്റ് ചെയ്യുന്ന, നമുക്ക് എഡ്യൂക്കേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും ഈ ജിയോ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് പ്രഖ്യാപിക്കുന്ന പാരന്റ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ ജിയോ ഹെറിറ്റേജ് സൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. നെക്സ്റ്റ്, ലോഞ്ച് ഓഫ് PM സൂരജ് പോർട്ടൽ. PM മോദിജി പ്രധാനമന്ത്രി സാമാജിക് ഉദ്ധാൻ റോസ്ഗർ ആധാരിത് ജൻകാലിയാണ്. അതാണ് PM സുരാജ് എന്ന് പറയുന്ന പോർട്ടൽ അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്തു. ഇത് 1 lakh എന്റർപ്രണേഴ്സിന് ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ബാക്ക്വേർഡ് ക്ലാസസിനെയും മറ്റ് കമ്മ്യൂണിറ്റീസിനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസും എംപവർമെന്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർ എന്ന് പറയുന്നതിന്റെ കീഴിലാണ്. നെക്സ്റ്റ്, രവീന്ദ്ര ബിക്കംസ് യംഗസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് സർ റിച്ചാർഡ് ഹാർട്ട്ലി മെഡൽ. സർ റിച്ചാർഡ് ഹാർട്ട്ലി മെഡൽ കിട്ടുന്ന ഒരു ആനുവൽ അവാർഡാണ്. 2011 ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബെസ്റ്റ് ന്യൂസിലാൻഡ് മെൻസ് ക്രിക്കറ്ററിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്.
ഇത് ന്യൂസിലാൻഡ് ക്രിക്കറ്റർ ആയിട്ടുള്ള സർ റിച്ചാർഡ് ഹാഡ്ലിയുടെ പേരിലാണ് ഉള്ളത്. വൺ നേഷൻ വൺ ഇലക്ഷൻ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. അപ്പൊ ഹൈ ലെവൽ കമ്മിറ്റിയാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് ആണ് അത് ഹെഡ് ചെയ്തത്. ആ റിപ്പോർട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറ്റം ചെയ്തു. ഈ റിപ്പോർട്ടിനൊക്കെ 18,626 പേജസ് ആണുള്ളത്. ഇതൊരു എക്സ്റ്റെൻസീവ് കൺസൾട്ടേഷൻസിന്റെ ഭാഗമായിട്ട് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എക്സ്പേർട്ടിനും റിസർച്ച് വർക്കൊക്കെ നോക്കിയിട്ട് 191 ഡേയ്സ് എടുത്തിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ പാനല് സൈമൾട്ടേനിയസ് ഇലക്ഷൻ ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും സൈമൾട്ടേനിയസ് ഇലക്ഷൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ലോക്കൽ ബോഡി പോൾസ് വിത്തിൻ 100 ഡേയ്സ് സിങ്ക്രണൈസ് ചെയ്തിട്ട് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2nd September 2023, the committee examined the concept of one nation one election. അതായത് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും സെയിം ഇതില് സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടത്താനുള്ള ഒരു കാര്യമാണ് ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് March 17 വേൾഡ് സ്ലീപ്പ് ഡേ. വേൾഡ് സ്ലീപ്പ് ഡേ എന്ന് പറയുന്നത് ആനുവലി സ്പ്രിംഗ് വേർണൽ ഇക്വിനെക്സിന്റെ ഒരു ഫ്രൈഡേയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഇപ്രാവശ്യം March 17 ആണ്. ഇറ്റ് സെർവ്സ് ദ റാലി ക്രൈ ഫോർ അഡ്രസ്സിംഗ് crucial sleep related matters spanning medicine, education, social dynamics, as well as safe driving. ഇപ്രാവശ്യത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് സ്ലീപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.